ജയസൂര്യാണ് എൻ്റെ ഭാഗത്ത് എനിക്കുണ്ടായ ഫസ്റ്റ്. ഞങ്ങൾ അതിന് ശേഷം അന്ന് തന്നെ പുള്ളി മാപ്പ് പറഞ്ഞ് പിന്നീട് ഒരിക്കലും ഒരു വാക്കുകൊണ്ടുമില്ല. ഞങ്ങൾ സുഹൃത്തുക്കളുമാണ്, ഇപ്പോഴും സുഹൃത്തുക്കളാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇപ്പോൾ വരുന്ന വേറെ സെയിം ഒരു ആരോപണം വേറൊരു സ്ത്രീ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ജയസൂര്യ ഞാനും ഞെട്ടിപ്പോയി. കാരണം എന്നോട് കാണിച്ചത് അതൊരു അബദ്ധത്തിൽ പറ്റിയ സാധനമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ വേറൊരു സ്ത്രീ പറയണത് അത് എൻ്റെ ഒരു വാക്ക് കേട്ടിട്ട് അതേ സാധനം വേറൊരു സ്ഥലം വെച്ച് അവർ തെറ്റായിട്ട് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തെളിയിക്കേണ്ടത് ജയസൂര്യയാണ്. എനിക്ക് അതായത് എല്ലാം ഒരുപോലെയാണ്, ആ സാഹചര്യങ്ങളെല്ലാം ഒരുപോലെയാണ്. ഭയങ്കരമായിട്ടൊരു അപമാനം തോന്നി. കാരണം എന്നോട് തെറ്റിയില്ലെങ്കിലും അദ്ദേഹം എൻ്റെ സോഷ്യൽ പ്രവർത്തനങ്ങൾക്ക് എല്ലാം ഒരു സഹോദരിയല്ല. പിന്നീട് അന്ന് മാപ്പ് പറഞ്ഞു, പിന്നീട് ഒരു മെസ്സേജിൽ പോലും ഞങ്ങളെ വേറൊരു തരത്തിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ റെസ്പെക്റ്റ് ഞാൻ ചോദിച്ചു മേടിച്ച റെസ്പെക്റ്റ് ഇപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് പോകാറ്. എന്തുകൊണ്ട് പിന്നെ ഇയാളുടെ പേര് പറയേണ്ടി വന്നെന്ന് വെച്ചാൽ, ഞാൻ 2 കോടി രൂപയ്ക്ക് എൻ്റെ ഒരു ഫെയിമിന് വേണ്ടി വന്ന് ഇപ്പോൾ ആളാകുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഫാമിലിയെ വരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്ക് ആ പേര് റിവീൽ ചെയ്യേണ്ടി വന്നതാണ്. സോണിയ മൽക്കാർ ബിന്ദു എന്നാണ് പേരെന്നാണ് ഇപ്പം പറയുന്നത്. ഇപ്പം എനിക്കും കൂടെ കമൻറ്റ് വന്നിരുന്നു, ഇത് നമ്മുടെ ബിന്ദു അല്ലേ എന്ന് ചോദിച്ച്. അറിയില്ല, ബിന്ദു എന്നാണ് ഇവരുടെ പേര്. പിന്നെ ഇവർ പേര് മാറ്റിയതാണ് സോണിയ മൽക്കാർ. നല്ലൊരു വെയിറ്റുള്ള പേരാണ് സോണിയ മൽക്കാർ. എന്താണെങ്കിലും അങ്ങനെ മാറ്റിയതാണെന്നാണ് പറയുന്നത്. ഇപ്പം ഇവർ പറയുന്നത് കേട്ടാൽ ഇവരെന്താണ് പറയുന്നത്, ഈ ചാനലിൽ വന്നിരുന്ന ജയസൂര്യയുടെ പേര് പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോലീസ് വിളിച്ചു. പോലീസിൻ്റെ മൊഴി ജയസൂര്യയുടെ പേര് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ മുന്നിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ചെന്നും നുണ പറയാനുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ട്, അറിയില്ല കേട്ടോ, ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സ്. ഏതായാലും പോലീസിനോട് മൊഴി കൊടുത്തിരിക്കുന്നത് ജയസൂര്യ പിടിച്ചു എന്നുള്ള. ഇവർ പറയുന്നത് അന്ന് അങ്ങനെ കയറി പിടിച്ച് ആ ഒരു സംഭവം ഉണ്ടായി. പിന്നീട് അതിൻ്റെ പുറത്ത് ഇവർ പറഞ്ഞ് ജയസൂര്യ ക്ഷമ പറഞ്ഞു. പിന്നീട് ഇവർ കമ്പനിയായി കഴിഞ്ഞ് സോഷ്യൽ വർക്കൊക്കെ പുള്ളിക്കാരത്ത് ചെയ്യുന്നതിനൊക്കെ നല്ല സപ്പോർട്ടൊക്കെ ജയസൂര്യ കൊടുത്തു. അങ്ങനെ ഒരു നല്ല ബന്ധം പോവുമായിരുന്നു മുന്നോട്ട്. പക്ഷേ ചാനലിൽ കയറിയെന്ന് പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞു പോയി. അത് കഴിഞ്ഞപ്പോഴാണ് മറ്റേ മിനു കുര്യൻ വന്ന് വീണ്ടും പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് സോണിയ മൽക്കാറും മിനു കുര്യനും പറയുന്നതിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്, ഒരേ സെയിം കാര്യം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബാത്റൂം ഏരിയ വെച്ചാണ് ജയസൂര്യ കയറി പിടിച്ചതെന്ന് പറയുന്നുണ്ട്. മറ്റേ മിനു ആണ് പറയുന്നെങ്കിൽ പുറകിൽ നിന്ന് വന്ന് ബലമായിട്ട് പിടിച്ച് ചുംബിച്ചു എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇവർ കയറി പിടിച്ചു ഹക്ക് ചെയ്തു എന്നുള്ള രീതിയിലാണ് സോണിയ മൽക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരേപോലത്തെ രണ്ട് കാര്യം, അത് മാത്രമാണ് സാമ്യം. ഒരേ നുണ ഒരേപോലെ പ്ലാൻ ചെയ്ത് പറയില്ല ഇവർ ചോദിക്കുന്നതല്ലേ, അവർക്കും ഉണ്ടായ സംഭവമായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇപ്പം സോണിയയ്ക്കെതിരെ ഒട്ടനവധി വേറെ കാര്യങ്ങൾ ഇങ്ങനെ വരികയാണ്. ചാരിറ്റി തട്ടിപ്പ്, പിന്നെ ലക്ഷങ്ങളുടെ ഫ്ലാറ്റിൽ താമസിക്കുന്നു, അതിനുള്ള വരുമാനം എന്താണ്, ഈ ചാരിറ്റി പ്രവർത്തനം, പിന്നെ ഡോക്ടറേറ്റ്, അത് കള്ളത്തരമാണ്, അങ്ങനെ എല്ലാം പറഞ്ഞ് ഇപ്പോൾ ഒരാൾ കേസിനും കൂടെ പോകുന്നുണ്ട്. അതാരാണ്, അവരെന്താണ് പറയുന്നതും കൂടെ നമുക്ക് കേൾക്കാം. ഡൽഹി മലയാളി അസോസിയേഷൻ്റെ മാനേജിങ് ട്രസ്റ്റിയായ രമ ഇപ്പോൾ സോണിയയെ നേരിട്ട് പണ്ട് ബിന്ദു ആയിരുന്നപ്പോൾ തൊട്ട് അറിയാം എന്നും പറഞ്ഞ് ഇവർക്കെതിരെ വന്നിട്ടുണ്ട്. ഇവർക്കെതിരെ കേസിന് പോകാൻ പോവുകയാണ്. അതായത് ഇങ്ങനെ കുടുംബമായിട്ടൊക്കെ കഴിയുന്നവരുടെ പേര് വിളിച്ച് പറഞ്ഞ് അവരെ അപകീർത്തിപ്പെടുത്തുന്നത് പണത്തിന് വേണ്ടിയാണ് സോണിയ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് അവർ കേസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവർ പറയുന്നൊന്ന് കേൾക്കാം. എന്ന് പറയുന്ന ഒരുത്തി ജയസൂര്യനെയും എന്താ പറയുക ദുൽഖർ സൽമാനെ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൾക്ക് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? നിരവധി ഇമ്മോറൽ ആക്ടിവിറ്റീസിന് നിരവധി തവണ എൻ്റെ ഒരു സുഹൃത്ത് DYSP ആയിരുന്ന ആൾ നിരവധി തവണ ഇവളെ അറസ്റ്റ് ചെയ്ത് ഉപദേശിച്ച് വിട്ടിട്ടുള്ളതാണ്. ഇവള് ഒരു 4-5 വർഷം ഒരു മുസ്ലിം ആയ ഒരു ഷാൻ സലീം എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ കൂടെ ഇവള് താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ലാസ്റ്റ് അവൻ്റെ കല്യാണം വന്നപ്പോഴത്തേക്ക് അവനെ ഭീഷണിപ്പെടുത്തുകയും അവനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. ഞാനും ആ കേസിൽ അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനും ആ കേസിൽ ഇടപെട്ടിരുന്നതാണ്. ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ദുൽഖർ സൽമാൻ അപ്പം മാന്യമായിട്ട് കഴിയുന്നവരെ വെറുതെ അപകീർത്തിപ്പെടുത്താൻ ഇവക്കെന്താ യോഗ്യത എന്നുള്ളത്. ഇവർ ഓരോ കേസിനൊക്കെ പെട്ടിട്ടുണ്ട്. നല്ല രീതിക്കല്ല ഇവർ അവിടെ താമസിക്കുന്നത് എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. പുള്ളിക്കാരത്തി രമ എന്ന് പറയുന്ന പുള്ളിക്കാരത്തിക്ക് നേരിട്ട് അറിയാം എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ അടുത്തതും കൂടെ ഒന്ന് കേൾക്കാം. പല ഈ കടയ്ക്കൽ കുമ്പളെന്ന് പറയുന്ന ചിതറയെന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ളതാണ്. ഞാനും ആ ഭാഗത്തുള്ള ഒരാളാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഡൽഹിയാണ്. ഇവിടെ എന്നിട്ട് ഡൽഹി ആസ്ഥാനമാക്കി ഇപ്പോൾ എന്നൊരു ഓഫീസൊക്കെ തുറന്നു. ഇവൾക്ക് ഒരു ജോലിയില്ല. ഇവൾ ട്രിവാൻഡ്രത്തിൽ വലിയ ഫ്ലാറ്റ് എടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇവൾക്ക് എവിടെ നിന്ന് ആ പൈസ വരുന്നത്? ഇവൾക്ക് എന്താണ് ഇവളുടെ വരുമാനം? ഇവളുടെ വരുമാനത്തിൻ്റെ സ്രോതസ് ഇവളിപ്പോൾ ഡോക്ടർ സോണിയ മൽഹാർ എന്ന് പറഞ്ഞു വെച്ചേക്കുന്ന ആ ഡോക്ടർ എന്ന് പറയുന്നത് അത് എവിടെ നിന്ന് കിട്ടി? ഇതിനെക്കുറിച്ചെല്ലാം പ്രത്യേകമായിട്ടൊരു അന്വേഷണം നടത്തേണ്ടതാണ്. കാരണം പെണ്ണിന് മാത്രം നിയമം ഉള്ളതുകൊണ്ട് എന്തും അതിനിടയ്ക്ക് പറഞ്ഞ് എങ്ങനെയും ജനശ്രദ്ധ പിടിച്ചു പറ്റുക, എന്നിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും ചില്ലറ വാങ്ങിക്കുക, അതാണ് ഇവളുടെ ഉദ്ദേശം. അല്ലാതെ ഇവൾക്ക്
യാതൊരു തരത്തിലുള്ള ഡിഗ്രിയോ അങ്ങനെ ഒരു വൃത്തിയോ ഉള്ള ഒരു സ്ത്രീയല്ല ഇവൾക്ക് സോണിയ മൽഹാറിന് ദുബായിലും ഡൽഹിയിലും ഒക്കെ ഓഫീസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വരുമാന സ്രോതസ് ഇങ്ങനെ ജീവിക്കാനുള്ളതൊക്കെ എങ്ങനെയാണെന്ന് അന്വേഷിക്കണം. പിന്നെ ഈ ഡോക്ടറേറ്റ് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കണം എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പോൾ അടുത്തത് കേൾക്കാം. സോണിയ മൽഹാറല്ല, ഇവളെ പേര് ബിന്ദു എന്നാണ്. ഇവളെ പേര് പോലും മാറ്റിയിട്ടാണ് നടക്കുന്നത്. ഇവളെ പേര് ബിന്ദു. അപ്പോൾ ഈ ബിന്ദുവിന് വേണമെങ്കിൽ എൻ്റെ പേര് കേസ് കൊടുക്കാം. എനിക്ക് വളരെ കൃത്യമായിട്ട് എൻ്റെ കയ്യിൽ രേഖകളുണ്ട്. ആർക്ക് വേണമെങ്കിലും എന്നെ സമീപിക്കാം. തീർച്ചയായിട്ടും ഞാൻ ഇത് കോടതിയിൽ മൂവ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. കാരണം എല്ലാ കാലത്തും ആണുങ്ങൾക്ക് നിയമമില്ല, എല്ലാ കാലത്തും പെണ്ണുങ്ങൾ വന്ന് വിളിച്ചു പറയുന്നതെല്ലാം ശരിയെന്ന് പറയുക. പിന്നെ ജയസൂര്യ, ദുൽഖർ സൽമാൻ അവരെയൊക്കെ കൂടെ ഇരിക്കുന്ന നല്ല സുന്ദരിമാരായ പെണ്ണുങ്ങളാണ്. അപ്പം അതും കളഞ്ഞിട്ട് ഇവളെ പോലെ അതുപോലെ 54 വയസ്സായ ഒരു സ്ത്രീ വന്ന് നിന്ന് ചെറിയ ചെറുക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അത് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഒരു സാമൂഹ്യ ഇതിൻ്റെ അകത്ത് രമ എന്ന് പറയുന്ന ഇവർ പറയുന്നുണ്ട് ഈ സോണിയ മൽഹാർ 2 കെട്ടി 3 കെട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഏതോ ഒരു പയ്യനെ കൊണ്ടുവന്നിട്ട് പിന്നെ അവൻ ഈ പുള്ളിക്കാരത്തിയോട് വന്ന് പരാതി പറഞ്ഞൊക്കെയാണ് രക്ഷപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടല്ല പറയുന്നത്. ഇനി ഈ പുള്ളിക്കാരത്തി പറയുന്നത് തെറ്റാണെങ്കിൽ സോണിയ മൽഹാറിന് ഈ പുള്ളിക്കാരത്തിക്കെതിരെ, അതായത് രമയ്ക്കെതിരെ കേസിന് പോകാം എന്നുള്ളത് തീർത്ത് പറയുന്നുണ്ട്. എന്തെങ്കിലും നുണയാണ് പറയുന്നുണ്ടെങ്കിൽ ലാസ്റ്റായിട്ടുള്ളതുകൂടെ ഒന്ന് കേൾക്കാം. ഇവരൊക്കെ കുട്ടികളൊക്കെ ഉള്ളവരാണ്. അവരെയൊക്കെ കുടുംബം പല വഴി നശിച്ചു. കാരണം ഇവക്കെന്ന് പറഞ്ഞ കുടുംബമല്ല. ഇവള് ആദ്യം ഒന്ന് കെട്ടി, പിന്നെ ഒന്ന് കെട്ടി, പിന്നെ ഇപ്പം ത്രൂ ഔട്ട് ഇങ്ങനെ കെട്ടലാണ് ഇവളുടെ പരിപാടി. ഇവളെ അങ്ങോട്ട് എന്ന് പിടിച്ചു കാണത്തില്ല അവരാരും. ഇവള് ചിലപ്പോൾ അങ്ങോട്ട് ചെന്ന് അവരെ പിടിച്ചു കാണും. അല്ലാതെ ഇവളെ അങ്ങോട്ട് എന്ന് പിടിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് അവളെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയിൽ ചുവട്ടത്ത് തന്നെ ഞാൻ ഹോട്ടലിൽ പലതവണ എന്തോ കാര്യത്തിനൊരു അപ്പം എന്താണെങ്കിലും ഇവർ ഈ അപകീർത്തി, അതായത് ജയസൂര്യയൊക്കെ അപകീർത്തിച്ചതിന് സ്ത്രീകൾക്ക് എന്തും വിളിച്ച് പറയാമെന്നുള്ളത് വെച്ചും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയും ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. സോണിയ മൽഹാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ മറു സൈഡിൽ സോണിയ കൊണ്ട് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഏതായാലും കോടതിയെ സമീപിക്കാൻ പോവാണ് എന്നാണ് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ കോടതിയെ സമീപിക്കാം. ഇനി ഇവരെന്തെങ്കിലും പറഞ്ഞത് തെറ്റാന്ന് സോണിയ മൽഹാറിന് തോന്നിയാൽ സോണിയ മൽഹാറിന് ഇവർക്കെതിരെ കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അന്നൊരു വീഡിയോ ഞാൻ പറഞ്ഞാലേ ചുമ്മാ ഇങ്ങനത്തെ കുറേ വിവാദങ്ങൾ വരുന്നതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ നടക്കുന്ന പുരുഷ മേധാവിത്വം അടക്കി ഭരിക്കുക എന്നുള്ള, സ്ത്രീകളെ വെറും പ്രോപ്പർട്ടി ആയിട്ട് കണ്ട് അടക്കി ഭരിച്ച് ഒരു വസ്തു പോലെ കണക്കാക്കി ഒരു വിലയും കൊടുക്കാതെ ഉപയോഗിച്ചിടുന്ന ഒരു മേഖലയാണ്. എല്ലാ മേഖലയിലും ഇല്ലേ, എല്ലായിടത്തും ഉണ്ട്, എല്ലാ ഓഫീസുകളിലുണ്ട്. പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് സിനിമാക്കാർ ചോദിക്കുന്നത് എല്ലായിടത്തും ഉണ്ട്, സത്യമാണ്. പക്ഷേ എല്ലായിടത്തും ഉള്ളതിനെക്കാട്ടും വളരെ കാമപ്രാന്തിൻ്റെ കൂടാണ് പിശാചുക്കൾ, കാമക്കടുവകൾ, വെറും പിശാചുക്കൾ, സാമൂഹ്യ വിരുദ്ധർ, പ്രകൃതി വിരുദ്ധർ, ഇങ്ങനെ എല്ലാവരുടെയും കൂടിയ ഒരു കൂട്ടായ്മയാണ് മലയാള സിനിമ. അവിടെ ഒരു അഴിച്ചുപണി ആവശ്യമായിരുന്നു, അവിടെ ഒരു ക്ലീനിങ് ആവശ്യമായിരുന്നു. പക്ഷേ ആ ക്ലീനിങ്ങിൽ ഇങ്ങനെ കുറേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ചുമ്മാ കയറി ഷൈൻ ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ ഇതിൻ്റെ ഇടയ്ക്കൂടെ കടന്നുകൊണ്ട് യഥാർത്ഥ കുറ്റവാളി അവിടെ ഒളിഞ്ഞു ഇരിപ്പുണ്ട്. യഥാർത്ഥത്തിൽ പീഡനം ഏറ്റ ആൾക്കാരും അവിടെ ഇരിപ്പുണ്ട്. അവരിത് തുറന്നു പറഞ്ഞില്ല. കാരണം തുറന്നു പറഞ്ഞ ആൾക്കാരോട് ശരിക്കും ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല, അല്ലെ നിങ്ങൾക്ക് ഇത് പറഞ്ഞതിന് ഇപ്പം തന്നെ ഇവർ ഈ പറയുന്നതിനൊന്നും തെളിവില്ല. ഈ കേസുകളൊക്കെ വിട്ടുപോകത്തേ ഉള്ളൂ. കാരണം ഒന്നിനും മെറ്റീരിയൽ തെളിവുകളൊന്നുമില്ല, എല്ലാം വിട്ടുപോകത്തേ ഉള്ളൂ, വെറുതെയാണിത്. അപ്പോൾ ഇത് അന്ന് തെളിവില്ല, അന്ന് കൊടുത്തിട്ടില്ല പലരും. പിന്നെ വർഷങ്ങൾ 10 വർഷം 11 വർഷങ്ങൾക്ക് ശേഷം വന്ന് അയ്യോ എന്നെ അന്ന് പിടിച്ചേ, അങ്ങനെ പിടിച്ചേ, ഇങ്ങനെ പിടിച്ചേ എന്നൊക്കെ പറഞ്ഞാൽ തെളിവില്ല. ആ ഇര ചോദിക്കുന്ന വാദമോ ഞങ്ങൾ അന്ന് ആ ഒരു സിറ്റുവേഷനിൽ കടന്ന് ആക്രമിക്കുന്ന ആ സിറ്റുവേഷനിൽ ഞങ്ങൾ രക്ഷപ്പെടാനാണോ നോക്കണ്ടേ, വീഡിയോ എടുക്കാനാണോ നോക്കണ്ടേ? അങ്ങനെ തെളിവുണ്ടാക്കാൻ പറ്റുമോ? തെളിവെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ പറയുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വളരെ ചാൻസ് മേടിച്ച് ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഒരാളുടെ കണ്ടു, സന്ധ്യ എന്ന് പറയുന്നത്. അവർ പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, ഇന്ന് സൂപ്പർ നടികളായിട്ട് വാഴുന്ന പലരും ഇങ്ങനെ വഴങ്ങിക്കൊടുത്തൊക്കെ തന്നെ അവരാരും അവർക്കേറ്റ പീഡനങ്ങളും അല്ലെ അവരനുഭവിച്ച ഒന്നും തുറന്നു പറയാൻ ഇവിടെ തയ്യാറാവുന്നില്ല. ഇത് ചാൻസ് കിട്ടാതായിപ്പോയ 1-2 വ്യക്തികൾ, ജൂനിയർ ആർട്ടിസ്റ്റ്, അവർ വന്ന് പറയുന്നത് അവരൊന്നും അമ്മ സംഘടനയിലും ഇല്ല, ഒന്നുമില്ല. ഇതിൻ്റെയൊക്കെ കഥ പോകുന്ന അങ്ങനെയാണ്.
ഇപ്പം ശാർമിള സത്യത്തിൽ വന്ന് പറഞ്ഞു സിനിമയിൽ നിന്ന് പരിണയ സിനിമയിൽ നിന്ന് കൊടുക്കുവോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. കിട്ടുമോ എന്നുള്ള ചോദ്യമാണ് ഹരിഹരൻ ചോദിച്ചത്. കിട്ടുമോന്നോ കൊടുക്കുമോന്നോ എന്തോ ഒരു ചോദ്യം അതാണ് ചോദിച്ചത്. അതിന് ശാർമിളയെ കിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കണ്ട പരിണയം സിനിമയിലെ അടുത്ത നായിക ആരായിരുന്നു? മോഹിനിയാണ്. അവിടെ ഒരു ചോദ്യം കിടക്കുന്നുണ്ട്. അപ്പം മോഹിനിക്ക് എങ്ങനെ അവിടെ ആ വേഷം കിട്ടി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കിടക്കും. ശാർമിള മാത്രമാണ് ഈ കാര്യം ഒന്ന് ഇച്ചിരി മുൻനിര നിൽക്കുന്നവരും ശാർമിളയാണ് പേര് സഹിതം ഒന്ന് തുറന്നു പറഞ്ഞ്. ബാക്കിയുള്ളവർ പലതും പറയുന്നുണ്ട്, വാതിലെ മുട്ടിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പേര് പറയുന്നില്ല. ജനങ്ങൾ പിന്നെ കണ്ടെത്തി അതല്ലേ ഇതല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് മാത്രമല്ല, ശരിക്കും നല്ല പീഡനം അനുഭവിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ മലയാള സിനിമയിലോട്ട് ആദ്യത്തെ മലയാള സിനിമ പ്രേം നസീറിൻ്റെ ഒക്കെ ആദ്യത്തെ സിനിമ, ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊന്നും സിനിമയിലോട്ട് അഭിനയിക്കാൻ വിടില്ലായിരുന്നു. പോയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് പിന്നെ പോയി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ എഴുതിത്തള്ളും. പിന്നെ അതിന് ജീവിതവും കൂടെ ഇല്ലാതെ വരുന്നതുകൊണ്ട് വീട്ടുകാർ സിനിമയിൽ അഭിനയിക്കാൻ സ്ത്രീകളെ വിടുകയില്ല. കാരണം പിന്നീട് അതിനൊരു വിവാഹമൊക്കെ നടക്കാതിരിക്കുന്നു. അവിടെ നിന്നൊരു വിപ്ലവം നടന്ന് സ്ത്രീകൾ തള്ളിക്കയറ്റമൊക്കെ ആയി. പക്ഷേ ആ ആദ്യകാലത്തുണ്ടായിരുന്ന ആ പീഡന പരമ്പര പിന്നീട് അതിൻ്റെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന പോലെ അതിനേക്കാട്ടും ശക്തമായിട്ട് പുതിയതായിട്ട് പീഡനം നടക്കുന്നുണ്ട്. പക്ഷേ പീഡനം നടത്തിയിട്ടാണേലോ പീഡനത്തിനിരയായിട്ടാണേലും എങ്ങനെയാണേലും പണവും ഫേമസും മതിയെന്നും പറഞ്ഞ് സ്ത്രീകൾ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നുമുണ്ട്. നിന്ന് മുകളിലത്തെ നിരയിലെത്തിയ ഒത്തിരി നായിക നടിമാരൊക്കെ ഉണ്ട്. അവരാരും വാ തുറക്കില്ല. അവരിനി മാധ്യമങ്ങൾക്ക് നേരെ വാ തുറന്ന് അവർ പറയും കേട്ടു ഞങ്ങളിത്, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അനുഭവമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മുൻനിര നായികമാരുടെയൊക്കെ ഡയലോഗ് ഇത് ഞങ്ങൾ ഹേമ കമ്മിറ്റി സ്ത്രീകൾ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി, പക്ഷെ ഞങ്ങൾക്കാർക്കും ഇതുപോലെ അനുഭവം ഇല്ല. ഈ ഒരു ഡയലോഗ് പറഞ്ഞ് പുണ്യാളത്തികളായിട്ട് അവരിങ്ങനെ നിൽക്കും. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഇവിടെ ഒരു ശുദ്ധികലശമൊന്നും നടക്കുകയല്ല. ഇത് ചുമ്മാ കുറേ ചാനലുകാർക്ക് ഇങ്ങനെ കുറേ വിഷയം കിട്ടിയാൽ അവർ കുറേ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, മുകേഷിൻ്റെ പുറകെ ഓടും, അങ്ങനെ ഓടും ഇങ്ങനെ ഓടും, കഴിഞ്ഞു. അതുകൊണ്ട് കഴിഞ്ഞു, ആർക്കും ഒന്നും അറിയത്തില്ല. അങ്ങനത്തെ ഒരു രീതിക്ക് കാര്യങ്ങൾ പോകത്തുള്ളൂ. അല്ലാതെ ഇവിടെ ഒരു നല്ലൊരു ശുദ്ധികലശം നടത്തി കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി ഇവിടെ ഇനി സ്ത്രീകൾക്കൊരു സ്ഥാനം കിട്ടും, കൂടെ കിടക്കാതെ റോള് കിട്ടും, എവിടെ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.